രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല കോടയായിരുന്നു, ചെറിയ തണുപ്പും ഉണ്ടായിരുന്നേ. തലേദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു, അതാണ് തോന്നുന്നു രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കിവിടെ ഇത് നോക്കി നിന്നിട്ട് കാര്യമില്ല, കുക്കിങ് തുടങ്ങണം. ഷിനാജിന് ഫുഡാക്കണം, കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ. അപ്പം ഞാൻ വേഗം തന്നെ പണികളൊക്കെ തുടങ്ങട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഷിനാജിന് കൊണ്ടുപോകാൻ ഞാൻ മസാല ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാനടുത്ത് പുട്ടുണ്ടാക്കിയാൽ പുട്ടും പഴവും കൂടെ കഴിക്കാമല്ലോ. ഷിനാജിന് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മസാല ചോറാണെങ്കിൽ പോലും ഇറച്ചിയൊന്നും വേണമെന്നില്ല കേട്ടോ. അച്ചാർ അല്ലെങ്കിൽ സലാഡ്, പപ്പടം ഇതെന്തെങ്കിലുമൊക്കെ മതി. അപ്പോൾ വേഗം തന്നെ ഞാൻ ചോറ് പാത്രത്തിലാക്കിയിട്ട് കുറച്ച് അച്ചാറും വെച്ച് കൊടുത്ത്, പപ്പടം പിന്നെ ഞാൻ കീറിയിട്ടിട്ടാണ് പൊരിച്ചത്, അതും ഒരു പാത്രത്തിലാക്കി വെച്ച് പിന്നെ കുറച്ച് കാപ്പി ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് കുടിച്ച്. രാവിലെ അങ്ങനെ ചായ കൂടി ശീലമുള്ള ആളൊന്നും അല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കൊരു തോന്നലാണ്, അപ്പോൾ കുറച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കും. അങ്ങനെ ഷിനാജ് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനം വേണമായിരുന്നു, ഉള്ളി സബോളയൊക്കെ, അത് കടയിൽ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് തന്ന്. പിന്നെ ഈ ഒരു കൊറിയർ എൻ്റെത് കടയിൽ വന്ന് കിടന്നതാണ് കേട്ടോ. ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ കടയിൽ കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. അപ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ വഴിയുടെ ഇവിടെ വന്ന് നിന്നതാണ്. പാവം ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല ബുദ്ധിമുട്ടി വീട് വരെ കൊണ്ട് തരണ്ടേന്ന് ഓർത്ത്. അപ്പോൾ അതേ ഈ കാണുന്നത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ. അങ്ങനെ സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഇത് നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ചായി ഞാൻ വാങ്ങിയിട്ട്, ലിങ്ക് ഞാൻ സ്ക്രീനിൽ കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാവേ. പിന്നെ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അടുക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് അടുക്കി പിറക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. രാവിലെ ഉണ്ടാക്കിയ മസാല ചോറുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചോറ് വെക്കണ്ട, ചിക്കൻ ഉണ്ട്, അത് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. എനിക്ക് അടുപ്പ് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് അറിയാവുന്നത് കൊണ്ട് ഉമ്മ ഈ ചുള്ളിയൊക്കെ ഒടിച്ച് അവിടെ കെട്ടി വെച്ചിട്ടാട്ടോ പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുപ്പ് കത്തിപ്പിടിച്ച്. പിന്നെ കറിയാക്കിയിട്ട് കുറച്ച് ഞാൻ പൊരിക്കാനും കൂടെ മസാല തേച്ച് വെച്ച് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയി തുണി കഴുകി കുളിച്ച് വന്ന് ഞാൻ ചോറ് കഴിച്ച്. അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്പം തന്നെ അൺബോക്സും ചെയ്ത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ആയി ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ. പക്ഷേ എപ്പോൾ നോക്കിയാലും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വാങ്ങിച്ചത്. ഈ ഒരു സ്പൂണും ഈ ഒരു സ്ക്രബ്ബർ പോലത്തെ സാധനം ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. 600 രൂപ എന്തോ ഉള്ള റേറ്റ്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിനെന്തായാലും.